ഒട്ടുമിക്ക ബോയ്സും അനുഭവിക്കുന്ന ഒരു വേസ്റ്റ് മൂമെന്റ് ഉണ്ട് ലൈഫിൽ. എന്താ വെച്ചാല് എല്ലാ തരത്തിലും അടിയിലായി നിൽക്കുന്ന ഒരു സമയം. അതായത് റിലേഷൻഷിപ്പും ഫ്ലോപ്പായി, ഫാമിലിന്റെ ഭാഗത്തു നിന്നും പ്രഷർ, ഫ്രണ്ട്സ് അവോയ്ഡ് ചെയ്യുക, ഒരു ഒറ്റപ്പെട്ടൊരു സാഹചര്യം, കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ എല്ലാ തരത്തിലും നമ്മളൊരു സീറോ എന്നുള്ള രീതിയിൽ അടിയിലായി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ചിലപ്പോൾ ഒട്ടുമിക്ക ബോയ്സും അനുഭവിച്ചിട്ടുണ്ടാവും. ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ റിക്കവറി ആയി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല. കാരണം എന്താ വെച്ചാല് അപ്പൊ നമുക്ക് താങ്ങാവുന്നതിലപ്പുറം നമ്മൾ നമുക്ക് കിട്ടീനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എല്ലാ സംഗതിയും പഠിച്ചിട്ടുണ്ടാവും. പിന്നെ പഠിച്ചോനിൽ വിശ്വസിച്ച് നമ്മൾ എന്ത് ക്ഷമിച്ച് ആ ഒരു സമയത്ത് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെച്ചടി കയറ്റായിരിക്കും. നമ്മളെ ലൈഫിൽ ഒരു ബിഗ് ചേഞ്ചസ് തന്നെ ഉണ്ടാവും. നമ്മളെ മൈൻഡ് തന്നെ ഒന്ന് സെറ്റ് ആവും, നമുക്കൊന്ന് നന്നാവണമെന്നുണ്ടാവും, എല്ലാ കാര്യത്തിലും നമ്മളൊന്ന് മുന്നിലെത്തണം എന്നുണ്ടാവും, പല ആഗ്രഹങ്ങളുണ്ടാവും, റിവെഞ്ചായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും, എല്ലാ തരത്തിലും മുന്നിലായി നല്ലൊരാളായി നിൽക്കണം എന്നുള്ളൊരു ഇത് ഉണ്ടാവും. ട്രസ്റ്റ് ദ പ്രോസസ് എന്നതിന് പറയാം. നമ്മളെന്ത് ചെയ്യാം, ഇപ്പൊ നമ്മളിൽ ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമയോടെ ഇത് സ്വീകരിക്കാം. ഇൻഷാ അല്ലാഹ് വരും കാലം നമുക്ക് നല്ലൊരു കാലം ഉണ്ടാവും. ഈ അവോയ്ഡ് ആക്കിയവരൊക്കെ നമ്മളെ കൂട്ടിപ്പിടിക്കുന്ന കാര്യം ഉണ്ടാവും. ഇപ്പൊ കളിയാക്കുന്നവര് നമ്മളെ അപ്പം അപ്രിസിയേറ്റ് ചെയ്യുന്നൊരു സമയം നമുക്ക് വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ നടക്കുന്നതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അതേ ക്ഷമയോടെ നമ്മൾ എന്ത് ചെയ്യാം, അത് നേരിടുക. പിന്നെ നമുക്ക് വരാനുള്ളത് നമുക്ക് നല്ലൊരു കാലമായിരിക്കും. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക, പരിശ്രമിക്കുക, അത് നേടിയെടുക്കുക.